എനിക്ക് 7-ാം ഭാവത്തിലോട്ട് പൂർണ്ണ ദൃഷ്ടിയും 3, 10 ഭാവങ്ങളിലോട്ട് സ്പെഷ്യൽ ദൃഷ്ടിയും ഉണ്ട്. ഇങ്ങനെ 7-ാം ഭാവത്തിലോട്ട് പൂർണ്ണ ദൃഷ്ടിയും 4, 8 ഭാവങ്ങളിലോട്ട് സ്പെഷ്യൽ ദൃഷ്ടിയും ഉണ്ട്. ഇപ്പോൾ തന്നെ ശനി ദൃഷ്ടിയാണ് കിട്ടുന്നത്, അത് വിഷയോഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തുടങ്ങിയപ്പോഴേ നമ്മൾ ഓർക്കണം, അവിടെ എല്ലാമാണ് തീപിടുത്തങ്ങളൊക്കെ ഉണ്ടായി പോവുകയുണ്ടായിട്ട് ഭയങ്കര ശ്വാസതടസ്സം ഉണ്ടാകുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നത്. മറ്റൊരു കാര്യം നോക്കേണ്ടത് പക്ഷിപുഷ്പബാധ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നാണ്. ഈ ചന്ദ്രൻ തന്നെ മിഥുനൻ രാശിയിലോട്ട് കടക്കുമ്പോൾ ഇതെല്ലാം ഒത്തിരി കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന് വളരെ ക്രൂരമായിട്ട് പെരുമാറാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. അതായത് ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഭൂമിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, അതോ വല്ല ഭൂചലനങ്ങളോ വല്ലതും ഉണ്ടാവുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. ഈ പ്രകൃതിയെ നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് ജ്യോതിഷം എളുപ്പത്തിൽ മനസ്സിലാവും. ഓരോ ദിവസവും ഉള്ള കാര്യങ്ങളല്ലേ, ഓരോ ദിവസം എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നത് നോക്കുമ്പോൾ അത് നമ്മുടെ ജാതകവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും.